വെൽക്കം ടു മിത്ര ഓൺലൈൻ ക്ലാസ്സസ്. ഇന്ന് നമ്മൾ കേരള ഹിസ്റ്ററിയിലെ കേരള റിനൈസൻസ് എന്ന് പറഞ്ഞ ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 19-ാം നൂറ്റാണ്ടിലെ കേരളം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 19-ാം നൂറ്റാണ്ടിലെ കേരള സമൂഹം ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അസമത്വവും നിറഞ്ഞ ഒരു സമൂഹമായിരുന്നു. അന്നത്തെ കാലത്ത് തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ ഇങ്ങനെയുള്ള ദുരാചാരങ്ങൾ ഉണ്ടായിരുന്നു. അതിനു പുറമെ ഏറ്റുമാട്ടു, അതേപോലെ തിരണ്ട് കല്യാണം, താലികെട്ട് കല്യാണം, അതേപോലെ തിരണ്ട് കുളി, ഇങ്ങനെയുള്ള ദുരാചാരങ്ങൾ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർണർക്കും സവർണർക്കും 2 പ്രിവിലേജ് ആണ്. ഒരു കുറ്റം അവർണൻ ചെയ്യുകയാണെങ്കിൽ അവനെന്ത് ചെയ്യും? വളരെ കഠിനമായിട്ടുള്ള ശിക്ഷയാണ് കൊടുക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ സുചീന്ദ്രം കൈമുക്ക്. ഒരു കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അവർണൻ തിളച്ചെണ്ണയിൽ കൈയൊക്കെ മുക്കേണ്ടി വരും. കൈ മുക്കി പൊള്ളിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അവൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയും. തിളച്ച എണ്ണയിൽ കൈവയ്ക്കുമ്പോൾ എന്താവും? പൊള്ളും. അങ്ങനത്തെ കാസ്റ്റ് ഫേവേർഡ് ആയിട്ടുള്ള ഒരു പണിഷ്മെന്റും ടെസ്റ്റിംഗ് ഒക്കെയാണ് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. മാത്രമല്ല സവർണൻ പോവാണെങ്കിൽ വഴി മാറി നിൽക്കണം, അവർണൻ മാറി നിൽക്കണം. രണ്ടുപേരും തമ്മിൽ നിശ്ചിത അകലം പാലിക്കണം. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി സ്ത്രീകളുടെ കാര്യം എടുക്കാം. സ്ത്രീകളുടെ കാര്യം എങ്ങനെയാണ്? അന്നത്തെ കാലത്ത് താഴ്ത്തപ്പെട്ട സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? സ്വർണ്ണവളയോ അതേപോലെ സ്വർണ്ണാഭരണമോ വെള്ളിയാഭരണങ്ങളോ അണിയാൻ പാടില്ല. അവര് അന്നും അണിഞ്ഞുകൊണ്ടിരുന്നത് ഈ കല്ലുകൊണ്ടുള്ള ആഭരണങ്ങളൊക്കെയാണ്. അത് മാത്രമല്ല, അതിനെക്കുറിച്ച് ഏറ്റവും മോശമായിട്ടുള്ള വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അധികാരം പോലും ഉണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്ത് ചാനാർ സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് മറയ്ക്കാതെയാണ് നടന്നുകൊണ്ടിരുന്നത്. മറച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും? കഠിനമായിട്ടുള്ള ശിക്ഷയൊക്കെ കിട്ടും. അത് ഒരു പ്രിവിലേജ് ആണ്. അവർണനും സവർണനും തമ്മിലുള്ള വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് അന്നത്തെ കാലത്ത് അവർ വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പൊതു വഴികൾ എന്ത് ചെയ്യാൻ പാടില്ല? സവർണർക്ക് ഉപയോഗിക്കുന്ന വഴികൾ അവർണന്മാര് ഉപയോഗിക്കാൻ പാടില്ല. അമ്പലങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അവർണന്മാര് നേരിട്ട് അമ്പലങ്ങളിൽ കയറി അവര് ആരാധിക്കാനോ ഒന്നും അതിനുള്ള സ്വാതന്ത്ര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കംപ്ലീറ്റ് പ്രിവിലേജും ഈ ആരാധനയായിട്ട് ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് പ്രിവിലേജും ആർക്കായിരുന്നു? ബ്രാഹ്മണനായിരുന്നു. ഇങ്ങനെയുള്ളൊരു കാലഘട്ടം എന്താ പറയാ, ഒരു അന്ധകാരം നിറഞ്ഞ കാലഘട്ടമായിരുന്നു ഈ 19-ാം നൂറ്റാണ്ടില്. ഈ 19-ാം നൂറ്റാണ്ടിലെ ഈ കാലഘട്ടത്തിലെ കുറച്ചും കൂടി സിവിലൈസ്ഡ് ആക്കി കൾച്ചർഡ് ആക്കി മാറ്റാൻ തുനിഞ്ഞിറങ്ങിയ വ്യക്തികളാണ് ആര്? സാമൂഹിക പരിഷ്കർത്താക്കൾ, അല്ലെങ്കിൽ സോഷ്യൽ റിഫോമേഴ്സ്. അതിൽ വരുന്ന വ്യക്തികളാണ് നമ്മുടെ സ്വാമി വിവേകാനന്ദ. ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ സ്വാമി വിവേകാനന്ദ, രാജാറാം മോഹൻ റോയ്, ആനി ബസന്റ്, അതൊക്കെ അവരെല്ലാം എവിടെയാണ്? ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ കേരളത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠ സ്വാമികൾ, അയ്യങ്കാളി തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു കൂട്ടരാണ് മിഷണറീസ്. അവരാണ് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ എഡ്യൂക്കേഷൻ സിസ്റ്റവും ഹെൽത്ത് സെക്ടേഴ്സും മെഡിക്കൽ ഫെസിലിറ്റീസും ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? മിഷണറീസ് ആണ്. അന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം ആർക്ക് മാത്രമേ അനുവദിച്ചിരുന്നുള്ളൂ? സവർണർക്ക് മാത്രമേ അനുവദിച്ചിരുന്നുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ വേദങ്ങൾ പാരായണ ചെയ്യുന്ന സമയത്ത് അത് ഒരു ശൂദ്രൻ കേൾക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അവന്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കും. അങ്ങനത്തെ ഒരു രീതിയെല്ലാം ഉണ്ടായിരുന്നു. മിഷണറീസ് വന്നതോടുകൂടി എന്ത് ചെയ്തു? അവരെല്ലാവർക്കും എഡ്യൂക്കേഷനും അതേപോലെ മെഡിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ കൊടുക്കാൻ തുടങ്ങി. നമ്മുടെ സി കേശവന്റെ ജീവിത സമരം എന്ന് പറഞ്ഞ ബുക്കിൽ എന്താ പറയാ, നമ്മുടെ ലോ കാസ്റ്റ് ആയിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെ കുറിച്ചൊക്കെ പ്രത്യേകിച്ച് ഈഴവന്മാര് അനുഭവിക്കുന്ന ദുരിതങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതേപോലെ അവർണർക്ക് എങ്ങനെ സ്വതന്ത്രരാകാം, അങ്ങനെയുള്ള ബുക്കുകളൊക്കെ ഈ താഴ്ത്തപ്പെട്ട ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് ആ ബുക്കുകളെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട്. ഇവരെന്ത് ചെയ്തു? ഇത്രയും ഇരുണ്ട യുഗത്തിൽ കിടന്ന ആളുകളെ കുറച്ചും കൂടി സിവിലൈസ്ഡ് ആക്കാൻ ഇവര് ശ്രമിച്ചു. അതിൽ അവര് വിജയിക്കുകയും ചെയ്തു. നമുക്ക് ആദ്യത്തെ നവോത്ഥാന നായകൻ നോക്കാം. ആദ്യത്തെ നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. ഇദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്തും ഇദ്ദേഹം എപ്പോഴാണ് ജനിച്ചത്, എപ്പോഴാണ് മരിച്ചത് PSCക്ക് ചോദിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ജനിച്ചത് എപ്പോഴാണ്? 1809. മരിക്കുന്നത് 1851 ഇദ്ദേഹം മരണപ്പെടുന്നത്. ഇദ്ദേഹം ജനിക്കുന്നത് കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ്. SCRT 7th സ്റ്റാൻഡേർഡ് അനുസരിച്ച് പറയുന്നത് ഇദ്ദേഹം കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. പൊതുവായിട്ട് വേറെ രീതിക്കും പറയും സാമിത്തോപ്പ്. ഇദ്ദേഹം സാമിത്തോപ്പിലാണ് ജനിക്കുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും മറക്കരുത്. ഈ 2 സ്ഥലം ശാസ്താംകോയിലും സാമിത്തോപ്പും ആരായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്? നമ്മുടെ വൈകുണ്ഠ സ്വാമികളായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹമാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? വൈകുണ്ഠ സ്വാമികൾ. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്, ഇദ്ദേഹത്തിന് അച്ഛനമ്മമാർ നൽകിയ പേരാണ് മുടിചൂടും പെരുമാൾ.
ഓക്കെ, മുടിചൂടും പെരുമാൾ എന്ന് പറഞ്ഞ പേരാണ് ഇദ്ദേഹത്തിന് ആദ്യം ഇദ്ദേഹത്തിന്റെ അച്ഛനമ്മമാർ നൽകിയത്. എന്നാൽ സവർണർ വന്ന് എന്ത് ചെയ്തു, പ്രശ്നം ഉണ്ടാക്കി. ഈ പേര് താഴ്ത്തപ്പെട്ട ആളുകൾക്ക് വെക്കാൻ പാടില്ല, ഈ പേര് മാറ്റണമെന്ന് അവരെ നിർബന്ധിക്കുകയും അതിന്റെ ഭാഗമായിട്ട് അവർ പേര് മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിന് മുത്തുക്കുട്ടി, ഓക്കെ, മുത്തുക്കുട്ടി എന്ന് പറഞ്ഞ പേര് ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ സോഷ്യൽ റിഫോമേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇവർക്ക് അനേകം വിശേഷണം ഉണ്ടാവും. ഇത് നമ്മൾ പഠിച്ചു വെക്കണം, കാരണം അതാണ് പണ്ടൊക്കെ PSC ചോദിക്കുക. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് മുടിച്ചൂടും പെരുമാൾ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഇത് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വൈകുണ്ഠസ്വാമികളുടെ യഥാർത്ഥ പേരെന്താണ്? മുത്തുക്കുട്ടി. ഓക്കെ, ഇങ്ങനെ അവരുടെ ഒരുപാട് വിശേഷണമുണ്ട്. ഷൺമുഖദാസൻ, അങ്ങനത്തെ പല വിശേഷണങ്ങളും ഇങ്ങനെ ഒരുപാട് ആളുകൾക്കുണ്ട്. ആ വിശേഷണങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം നോക്കിയ കാര്യം, ഇന്ത്യയിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? വൈകുണ്ഠസ്വാമികൾ. ഇദ്ദേഹം ജനിച്ചത് ശാസ്താംകോയിൽ, കന്യാകുമാരി, അല്ലെങ്കിൽ സാമിത്തോപ്പ്. എപ്പോഴാണ്? 12 മാർച്ച് 1809 ഇദ്ദേഹം ജനിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ്. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം മുടിച്ചൂടും പെരുമാൾ. അത് പിന്നീട് മാറ്റി മുത്തുക്കുട്ടി സ്വാമി എന്ന് ആക്കുന്നുണ്ട്. മുത്തുക്കുട്ടി ഇതും ആരായിട്ട് ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ്? വൈകുണ്ഠസ്വാമികളായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഇനി മറ്റു വിശേഷണങ്ങൾ നോക്കാം. അടുത്ത് ദൈവ സാன்றോർകൾ, നീതി സാன்றോർകൾ, ദേശവന്റെ സാன்றോർകൾ. ഇതെല്ലാം ആരെ കുറിച്ച് പ്രതിപാദിക്കുന്ന പദങ്ങളാണ്? വൈകുണ്ഠസ്വാമികളായിട്ട് ബന്ധപ്പെട്ടുള്ള പദങ്ങളാണ് ഇതെല്ലാം. ഇതെല്ലാം ദൈവ സാன்றോർകൾ, നീതി സാன்றോർകൾ, ദേശവന്റെ സാன்றോർകൾ. ഇദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഇദ്ദേഹം ഒരു വിഷ്ണുവിന്റെ അവതാരം ആയിട്ടാണ് ആളുകൾ ഇദ്ദേഹം സ്വയം ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് സമ്പൂർണ്ണ ദേവൻ എന്ന് ഒരു വിശേഷണം ഉണ്ടായിരുന്നു. ഇദ്ദേഹം വിഷ്ണുവിന്റെ അവതാരം ആയിട്ട് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണത്? വൈകുണ്ഠസ്വാമികളാണ്. ഓക്കെ, അടുത്ത് ഇദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് ഞാൻ പറഞ്ഞു, സമ്പൂർണ്ണ ദേവൻ. അപ്പൊ നമ്മൾ നോക്കി എന്തൊക്കെയാണ്? മുടിചൂടും പെരുമാൾ, മുത്തുക്കുട്ടി, സമ്പൂർണ്ണ ദേവൻ. ഇതെല്ലാം ആരെയാണ്? വൈകുണ്ഠസ്വാമികൾ. ഇദ്ദേഹത്തിനെയാണ് ഹി വാസ് റിഗാർഡഡ് ആസ് സ്പിരിച്വൽ ഹെഡ് ഓഫ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുയുടെ ആത്മീയ ടീച്ചറാണ് ആര്? വൈകുണ്ഠസ്വാമികൾ. ഓക്കെ, അടുത്തത് ഇദ്ദേഹം എൻലൈറ്റഡ് ആവുന്നത്, ഇദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിക്കുന്നത് തിരുച്ചെന്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ്. ഓക്കെ, വൈകുണ്ഠസ്വാമികൾക്ക് എൻലൈറ്റഡ് ആകുന്നത് അല്ലെങ്കിൽ ജ്ഞാനോദയം ലഭിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? തിരുച്ചെന്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ്. ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത, സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്ന വ്യക്തിയാണ് ആര്? വൈകുണ്ഠസ്വാമികൾ. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്ന വ്യക്തിയാണ് വൈകുണ്ഠസ്വാമികൾ. ഓക്കെ, ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? കിണറുകൾ ആരംഭിക്കുന്നുണ്ട്. അന്നത്തെ കാലത്ത് ഈ സവർണർ ഉപയോഗിക്കുന്ന കിണർ ആരും ഉപയോഗിക്കാൻ പാടില്ല, അവർണർക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിനനുസരിച്ചുള്ള തക്ക ശിക്ഷ കിട്ടും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വൈകുണ്ഠസ്വാമികൾ എന്ത് ചെയ്യാണ്? ഈ താഴ്ത്തപ്പെട്ട ജാതികൾ ആളുകൾക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? മുന്തിരി കിണർ എന്ന് പറഞ്ഞ ഒരു കിണർ ആരംഭിക്കുന്നുണ്ട്. ഇദ്ദേഹം അയിത്തത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? മുന്തിരി കിണർ എന്ന് പറഞ്ഞ കിണർ ഇദ്ദേഹം സ്ഥാപിക്കുന്നത്. ജാതി മത ഭേദമന്യേ ആർക്ക് എന്ത് ചെയ്യാം? ആ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാം. ആ കിണറ്റിന്റെ മറ്റൊരു പേരാണ് സ്വാമി കിണർ. ഓക്കെ, മുന്തിരി കിണർ അല്ലെങ്കിൽ സ്വാമി കിണർ ഇതെല്ലാം ഏത് നവോത്ഥാന നായകനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്? വൈകുണ്ഠസ്വാമികളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അടുത്ത് വൈകുണ്ഠസ്വാമികളുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് ആര്? തൈക്കാട് അയ്യ. ഓക്കെ, വൈകുണ്ഠസ്വാമികളുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് തൈക്കാട് അയ്യ. ഓക്കെ, തൈക്കാട് അയ്യ ആരുടെ ഗുരുവാണ് യഥാർത്ഥത്തിൽ? തൈക്കാട് നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുവാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് എന്ത് വിളിക്കുന്നുണ്ട്? ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ചോദിച്ചിട്ടുള്ളതാണ്. ആരാണത്? തൈക്കാട് അയ്യ. തൈക്കാട് അയ്യ ആരുടെ ശിഷ്യനാണ്? വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യനാണ്. അടുത്ത് ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹമാണ് സമപന്തി ഭോജനം. ഓക്കെ, സമപന്തി ഭോജനം ഏത് നവോത്ഥാന നായകനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ആരാണ്? വൈകുണ്ഠസ്വാമികൾ. സമപന്തി ഭോജനം അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്താണ്? ഇന്റർ ഡൈനിങ്. ഓക്കെ, പല ജാതി മതത്തിൽപ്പെട്ട വ്യക്തികൾ എന്ത് ചെയ്യും? ഒരുമിച്ച് കൂടി ഒരു സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ പരിപാടിയാണ് എന്ത് വിളിക്കുക? പന്തി. ഓക്കെ, പന്തി എന്ന് തമിഴിൽ പറയും. സമപന്തി ഭോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് തന്നെയാണ്. സമപന്തി ഭോജനം ആരായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? വൈകുണ്ഠസ്വാമികളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതേപോലെ ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റൊരു സംഭവമാണ് തുവയൽ പന്തി കൂട്ടായ്മ. തുവയൽ പന്തി കൂട്ടായ്മ ആരായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? വൈകുണ്ഠസ്വാമികളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇത് അടുത്ത് പറയാൻ പോകുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇദ്ദേഹം സ്ഥാപിച്ച ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അതിന്റെ പേരാണ് സമത്വ സമാജം. ഓക്കെ, ഇദ്ദേഹം ഉണ്ടാക്കിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് സമത്വ സമാജം. ഏത് വർഷം? 1836. ഇത് രണ്ടും PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇദ്ദേഹം ആരംഭിച്ച ഓർഗനൈസേഷൻ ആണ് ഇത് സമത്വ സമാജം.
എപ്പോ 1836 സുചീന്ദ്രം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇദ്ദേഹം അത് ആരംഭിക്കുന്നത്. ലാസ്റ്റ് ആയിട്ട് നടന്ന ഇല്ലെങ്കിൽ ഫസ്റ്റ് കേരള PSCയുടെ 10th ലെവൽ പ്രിലിംസിൽ ഫസ്റ്റ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സുചീന്ദ്രം രഥോത്സവം. ആ സമയത്ത് രഥം വലിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചു. ഉത്തരം ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. അപ്പൊ 2 ക്വസ്റ്റ്യനായി. 1833 സുചീന്ദ്രം രഥോത്സവത്തിൽ വടം വലിച്ച നവോത്ഥാന നായകനാണ് ആര്? വൈകുണ്ഠ സ്വാമികൾ. അപ്പൊ 2 ക്വസ്റ്റ്യനായി. സമത്വ സമാജം എവിടെയാണ് സ്ഥാപിക്കുന്നത് അദ്ദേഹം? സുചീന്ദ്രം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അടുത്ത് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത, അമ്പലങ്ങളിൽ ഉണ്ടായിരുന്ന ദേവദാസി സിസ്റ്റത്തിനെ എതിർത്ത വ്യക്തിയാണ് ആര്? വൈകുണ്ഠ സ്വാമികൾ. അതേപോലെ ഊഴിയം വേല എന്ന് പറയുമ്പോൾ എന്താണ്? ഒരാളെ നിർബന്ധിച്ച് ജോലി ചെയ്യിക്കുന്നതാണ് എന്ത് വിളിക്കുക? ഊഴിയം വേല. അതിനെതിരായിട്ട് പോരാടിയ വ്യക്തിയാണ് ആര്? വൈകുണ്ഠ സ്വാമികൾ. അപ്പൊ അദ്ദേഹം ഏതിനെതിരായിട്ടൊക്കെ പോരാടിയിട്ടുണ്ട്? ദേവദാസി സിസ്റ്റം, അമ്പലങ്ങളിലുള്ള ദേവദാസി സിസ്റ്റത്തിനെ എതിർത്ത് ഇദ്ദേഹം പോരാടിയിട്ടുണ്ട്. അതേപോലെ ഊഴിയം വേല, ഒരാളെ നിർബന്ധിച്ച് ജോലി ചെയ്യിക്കുന്ന അതിനെതിരായിട്ട് ഇദ്ദേഹം പോരാടിയിട്ടുണ്ട്. അടുത്ത് ഇദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ് എന്ത്? കലിയുഗം മാറ്റിയിട്ട് ധർമ്മയുഗം കൊണ്ടുവരിക എന്നുള്ള ഒരു വീക്ഷണം, ഒരു ദീർഘദർശനം ഉണ്ടായിരുന്ന നവോത്ഥാന നായകനാണ് ആര്? വൈകുണ്ഠ സ്വാമികൾ. കലിയുഗം, ധർമ്മയുഗം. കലിയുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം എന്താണ്? വളരെ മോശപ്പെട്ട ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരു നല്ല സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാനാണ് ഇദ്ദേഹം ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത് ധർമ്മയുഗ, ഹി വാണ്ട് ധർമ്മയുഗ ഇൻസ്റ്റെഡ് ഓഫ് കലിയുഗ. ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ശിഷ്യന്മാരുണ്ട്. ഇവരെ പഞ്ചപാണ്ഡവാസ് എന്ന് വിളിക്കുക. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ധർമ്മചിത്തർ, ഭീമചിത്തർ, നകുലചിത്തർ, സഹദേവചിത്തർ, അർജുൻ ചിത്തർ. ഇത് PSC റൗണ്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ധർമ്മചിത്തർ, ഭീമചിത്തർ, നകുലചിത്തർ എന്ന് തന്നു. അതിന്റെ കൂട്ടത്തിൽ തന്നെ കർമ്മചിത്തർ എന്ന് പറഞ്ഞൊരു പേരും കൂടി വെച്ചു. എന്നിട്ട് ഇതിൽ വൈകുണ്ഠ സ്വാമികളുടെ ശിഷ്യൻ അല്ലാത്തത് ആര്? ഒരിക്കൽ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആരൊക്കെയാണ്? ധർമ്മചിത്തർ, ഭീമചിത്തർ, നകുലചിത്തർ, സഹദേവചിത്തർ, അർജുൻ ചിത്തർ. ഇത് പഠിച്ചു വെക്കുക. അതുകൊണ്ടാണ് ഇവരെ എന്ത് വിളിക്കുക? പഞ്ചപാണ്ഡവാസ് എന്ന് പറഞ്ഞ ഡിസൈപ്പിൾ ആരായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? വൈകുണ്ഠ സ്വാമികളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇദ്ദേഹം അയിത്തത്തിനെതിരായിട്ട് പോരാടിയെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അടുത്ത് ഇദ്ദേഹം വൈകുണ്ഠ സ്വാമികൾ എന്ത് ചെയ്യാണ്? ഇദ്ദേഹം ഹൈകാസ്റ്റ് പീപ്പിൾ മാത്രം ധരിച്ചിരുന്ന ഈ തലപ്പാവ് അത് ജനങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു? സാധാരണ ആളുകൾ നിങ്ങൾ തലപ്പാവ് കെട്ടിക്കുക എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻസിഡന്റ് ആണ് ചാനാർ റിവോൾട്ട്, ഇല്ലെങ്കിൽ മേൽമുണ്ട് കലാപത്തിന് പ്രചോദനം നൽകിയ നവോത്ഥാന നായകനാണ് ആര്? വൈകുണ്ഠ സ്വാമികൾ. എന്താണ് ചാനാർ റിവോൾട്ട് ഇല്ലെങ്കിൽ മേൽമുണ്ട് സമരം? അന്നത്തെ കാലഘട്ടത്ത് സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മാറു മറയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല ചാനാർ സ്ത്രീകൾക്ക്. അതിനെതിരെ എന്ത് ചെയ്തു? ഇദ്ദേഹം അതിനെതിരായിട്ട് പോരാടി. അതിന്റെ ഭാഗമായിട്ട് 1859 കേരളത്തിൽ താഴ്ത്തപ്പെട്ട സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? മാറു മറയ്ക്കാനുള്ള നിയമം കൊണ്ടുവരുന്നത്. അതിന് അനുവദിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആര്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് മഹാരാജാവാണ് എന്ത് ചെയ്യുന്നത്? ചാനാർ സ്ത്രീകൾക്ക് മാറു മറയ്ക്കാനുള്ള റൈറ്റ് കൊടുക്കുന്നത്. ഏത് വർഷമാണ് കൊടുക്കുന്നത്? 1859 കൊടുക്കുന്നത്. ഇനി വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഉണ്ടാക്കിയ ഒരു റിലീജിയനാണ് ഏത്? അയ്യാവാഴി. അയ്യാവാഴി എന്ന് പറഞ്ഞ റിലീജിയൻ ഉണ്ടാക്കിയ നവോത്ഥാന നായകനാണ് ആര്? വൈകുണ്ഠ സ്വാമികൾ. അയ്യാവാഴികളുടെ ടെമ്പിൾ അല്ലെങ്കിൽ അവരുടെ റിലീജിയസ് പ്ലേസിനെ വിളിക്കുന്ന പേരാണ് നിഴൽ താങ്കൾ. ഇതും PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിഴൽ താങ്കൾ ആരായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? നമ്മുടെ വൈകുണ്ഠ സ്വാമികൾ. അയ്യാവാഴി ആരായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? വൈകുണ്ഠ സ്വാമികൾ. അടുത്ത് ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള 2 ബുക്കാണ് എന്ത്? അഖിലത്തിരുട്ടു അമ്മനെ, അതേപോലെ അരുൾ നൂൽ. അഖിലത്തിരുട്ടു അമ്മനെ, അരുൾ നൂൽ. ഈ 2 ബുക്ക് ആരായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? വൈകുണ്ഠ സ്വാമികൾ. ഇതും പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അഖിലത്തിരുട്ടു അമ്മനെ, അരുൾ നൂൽ ഏത് നവോത്ഥാന നായകനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? വൈകുണ്ഠ സ്വാമികൾ. ഇനി അയ്യാവാഴികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ഏതാണ്? അഖിലത്തിരുട്ടു അമ്മനെ. അഖിലത്തിരുട്ടു അമ്മനെയാണ് ബൈബിൾ ഓഫ് അയ്യാവാഴി. അയ്യാവാഴി എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഏത് നവോത്ഥാന നായകനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്? വൈകുണ്ഠ സ്വാമികളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇനി അയ്യാവാഴി നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിന്റെ ഐക്കൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ ഐക്കൺ? എന്താണ്? തീജ്വാല വഹിക്കുന്ന താമര. തീജ്വാല വഹിക്കുന്ന താമര, അതാണ് അവരുടെ ഒഫീഷ്യൽ ഐക്കൺ. ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള കോട്ടാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു കുടുംബം, ഒരു ലോകം. ഇത് ഏത് നവോത്ഥാന നായകന്റെ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ
വൺ കാസ്റ്റ്, വൺ റിലീജിയൻ, വൺ ഫാമിലി, വൺ വേൾഡ്, വൺ ഗോഡ്. ഇത് ഏത് നവോത്ഥാന നായകന്റെ ആശയമാണെന്ന് ചോദിച്ചിട്ടുള്ളതാണ്. ഇത് പഠിച്ചു വെക്കുക. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു കുടുംബം, ഒരു ലോകം. ആരുടെയാണ്? വൈകുണ്ഠ സ്വാമികളായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. മറ്റൊരു ഫേമസ് ആയിട്ടുള്ള കോട്ടാണ്, ജോലി ചെയ്താൽ കൂലി കിട്ടണം. ഇഫ് വി വർക്ക് വി ഷുഡ് ഗോട്ട് പെയ്ഡ്. ആരുടെ വാക്കുകളാണ്? വൈകുണ്ഠ സ്വാമികളുടെ വാക്കുകളാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറയുകയാണെങ്കിൽ, ഇദ്ദേഹം അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാരും ഇന്ത്യ ഭരിക്കുന്നുണ്ട്, നമ്മുടെ റീജിയണൽ റൂളേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യ ഭരിക്കുന്നുണ്ട്. ഇദ്ദേഹം എന്ത് ചെയ്തു? ബ്രിട്ടീഷേഴ്സിനെ വൈറ്റ് ഡെവിൽ, ഓക്കെ, വെണ്ണീജന്മാർ, ഇന്ത്യൻ റൂളേഴ്സിനെ കരിനീജന്മാർ എന്നൊക്കെ ഇദ്ദേഹം വിളിക്കുന്നുണ്ട്. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അന്നത്തെ ഭരണാധികാരികൾ പിടിച്ച് ജയിലിൽ അടയ്ക്കും. ഇദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? സ്വാതി തിരുനാൾ. ആരാണ് ഇദ്ദേഹത്തിനെ ജയിലിൽ അടയ്ക്കുന്നത്? അതും ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. വൈകുണ്ഠ സ്വാമികളെ പിടിച്ച് ജയിലിൽ അടയ്ക്കുന്ന രാജാവാണ് ആര്? സ്വാതി തിരുനാൾ. ഇദ്ദേഹത്തിന് 110 ദിവസം എന്ത് ചെയ്യുന്നുണ്ട്? ജയിലിൽ ഇടുന്നുണ്ട്. ഇദ്ദേഹം ഏത് ജയിലിലാണ് കിടന്നത്? അത് PSC ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏത് ജയിലിലാണ്? സിംഗാരത്തോപ്പ് ജയിൽ. ഏത് ജയിലാണ്? സിംഗാരത്തോപ്പ് ജയിൽ എന്ന് പറഞ്ഞ ജയിലിലാണ് ഇദ്ദേഹം കിടക്കുന്നത്. ഞാൻ പറഞ്ഞു, വൈകുണ്ഠ സ്വാമികളുടെ ശിഷ്യനാണ് ആര്? തൈക്കാടയ്യ. തൈക്കാടയ്യയുടെ ശിഷ്യനാണ് ആര്? സ്വാതി തിരുനാൾ. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇദ്ദേഹം റെക്കമെൻഡ് ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? ഇദ്ദേഹത്തിനെ റിലീസ് ചെയ്യുകയും ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇത് മറക്കണ്ട. ഇത്രയും കാര്യങ്ങൾ നാം നോക്കി. ഇത് ആദ്യം പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് പോലെ തോന്നും. അത് 1-2 തവണ കേട്ട് പഠിക്കുമ്പോൾ ഇത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, നമുക്ക് ആവശ്യമുള്ളതാണ്. ഇത് പഠിക്കുക തന്നെ ചെയ്യണം, വേറെ വഴിയില്ല. കേരള PSC പാസ്സാവണമെങ്കിൽ കേരള റിനൈസൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി പഠിക്കണം, കാരണം അത് നമ്മളുടെ ചരിത്രമാണ്. അടുത്ത് തൈക്കാടയ്യ. ഓക്കെ, തൈക്കാടയ്യ 1814 മുതൽ 1909 വരെയാണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടം. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമമാണ് ഇത്? സുബ്ബരായ. സുബ്ബരായ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? തൈക്കാട് അയ്യനെയാണ്. ഓക്കെ, ഇദ്ദേഹം ജനിച്ചത് പറഞ്ഞു 1814. നാഗാലപുരം ആണ് ഇദ്ദേഹത്തിന്റെ ബർത്ത് പ്ലേസ്. നാഗാലപുരമാണ് ഇദ്ദേഹത്തിന്റെ ബർത്ത് പ്ലേസ്. ഇദ്ദേഹത്തിന് വിളിക്കുന്ന മറ്റു വിശേഷണങ്ങൾ നോക്കുകയാണെങ്കിൽ, സുപ്രണ്ടയ്യ, ഗുരുസ് ഗുരു, ഗുരു ഓഫ് ഗുരു. ഓക്കെ, സുപ്രണ്ടയ്യ, അതേപോലെ ഗുരു ഓഫ് ഗുരു എന്ന് വിശേഷണമുള്ള നവോത്ഥാന നായകൻ ആരാണ്? നമ്മുടെ തൈക്കാട് അയ്യ. ഇദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ്, മറ്റു 2 പേരും കൂടി ഉണ്ട്. ശിവരാജയോഗി. ശിവരാജയോഗി, ഹതയോഗ ഉപദേഷ്ട. ഓക്കെ, ഹതയോഗ ഉപദേഷ്ട, ശിവരാജയോഗി. അപ്പൊ ഏതൊക്കെയാണ് പേര് നോക്കി. ഇദ്ദേഹത്തിന്റെ റിയൽ നെയിം, തൈക്കാടയ്യയുടെ റിയൽ നെയിം സുബ്ബരായ. അതല്ലാതെ മറ്റു പേരുകൾ ഏതാണ്? ഗുരു ഓഫ് ഗുരു. അത് നമ്മൾ ഓൾറെഡി നോക്കി. കാരണം എന്താണ്? ശ്രീനാരായണ ഗുരുവിന്റെ ഗുരു ആയതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ ഗുരു ഓഫ് ഗുരു എന്ന് വിളിക്കുന്നത്. അതേപോലെ സുപ്രണ്ടയ്യ എന്നും കൂടി ഇദ്ദേഹത്തിനെ വിളിക്കാറുണ്ട്. അതല്ലാതെ ഉള്ള മറ്റു വിശേഷണമാണ് ഇതെല്ലാം ശിവരാജയോഗി, അതേപോലെ തന്നെ ഹതയോഗോപദേഷ്ട. കാരണം എന്താണ് ഹതയോഗോപദേഷ്ട എന്ന് വിളിക്കാൻ കാരണം ഇദ്ദേഹമാണ് ശ്രീനാരായണ ഗുരുവിന് ഹതയോഗ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഹതയോഗ എന്ന് പറഞ്ഞ ഒരു യോഗ, നമ്മൾ നോർമലായി കാണുന്ന ഈ യോഗാസനം, ഇതെല്ലാം ഏതിൽ പെടുന്നതാണ്? ഹതയോഗിൽ പെടുന്നതാണ്. ഇത് ഇദ്ദേഹം പഠിപ്പിച്ചുകൊണ്ട് അതുകൊണ്ട് ഇദ്ദേഹത്തെ ഹതയോഗോപദേഷ്ട എന്ന് വിളിക്കുന്നുണ്ട്. ഇനി തൈക്കാടയ്യയുടെ ഫിലോസഫി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ശിവരാജയോഗ. ശിവരാജയോഗിയാണ് തൈക്കാടയ്യയുടെ ഫിലോസഫി. ഓക്കെ, അടുത്തത് ഗുരു ഓഫ് തൈക്കാടയ്യ, യോഗ ഗുരു ഓഫ് തൈക്കാടയ്യ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സച്ചിദാനന്ദ സ്വാമികൾ. സച്ചിദാനന്ദ സ്വാമികളാണ് നമ്മുടെ തൈക്കാടയ്യക്ക് യോഗ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇദ്ദേഹം ആരുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ്? വൈകുണ്ഠ സ്വാമികളുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് ആര്? തൈക്കാട് അയ്യ. നമ്മുടെ തൈക്കാട് അയ്യയുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരാണ് ആരെല്ലാം? ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അതേപോലെ നമ്മുടെ അയ്യങ്കാളി, അതേപോലെ തന്നെ നമ്മുടെ സ്വാതി തിരുനാൾ. ഓക്കെ, തൈക്കാട് അയ്യക്ക് 51ഓളം ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വുമൺ ലീഡറാണ് ആര്? യോഗിനി അമ്മ. യോഗിനി അമ്മ ഇദ്ദേഹത്തിന്റെ ഒരു വുമൺ ഡിസൈപ്പിൾ ആണ്. ഓക്കെ, അടുത്ത് വൈകുണ്ഠ സ്വാമികൾ അദ്ദേഹം കണ്ടക്ട് ചെയ്ത ഇന്റർ ഡൈനിങ്ങിനാണ് എന്ത് വിളിക്കുക? സമപന്തി ഭോജനം. എന്നാൽ തൈക്കാട് അയ്യ കണ്ടക്ട് ചെയ്ത ഇന്റർ ഡൈനിങ്ങിനാണ് എന്ത് വിളിക്കുക? പന്തി ഭോജനം. ഓക്കെ, സമപന്തി വൈകുണ്ഠം, നമ്മുടെ പന്തി ഭോജനം വെറും പന്തി ഭോജനമാണെങ്കിൽ ആരാണത്? തൈക്കാട് അയ്യ. പ്രീതി ഭോജനമാണെങ്കിൽ വാഗ്ഭടാനന്ദൻ, മിശ്ര ഭോജനമാണെങ്കിൽ സഹോദരൻ അയ്യപ്പൻ. ഇതെല്ലാം PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്, മാറിപ്പോകരുത്. പന്തി ഭോജനം വൈകുണ്ഠ സ്വാമികൾ, പന്തി ഭോജനം തൈക്കാട് അയ്യ, അതേപോലെ സമപന്തി ആണെങ്കിൽ വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ, അടുത്ത് ഇദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള മറ്റൊരു ഓർഗനൈസേഷൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് ശൈവ പ്രകാശ സഭ. ഓക്കെ, ശൈവ പ്രകാശ സഭ ആരായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? തൈക്കാട് അയ്യ, വൈകുണ്ഠ സ്വാമികളായിട്ട് ബന്ധപ്പെട്ടുള്ള ഓർഗനൈസേഷൻ ആണ് ഇത് സമത്വ സമാജം. ഏത് വർഷം? 1836. ഇത് ശൈവ പ്രകാശ സഭ
നമ്മുടെ തൈക്കാട് അയ്യയായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അടുത്ത് നമ്മൾ പല പേരുകൾ നോക്കി. തൈക്കാട് അയ്യയുടെ പേര് ഏതൊക്കെയാണ്? സുപ്രണ്ടയ്യ, അതേപോലെ തന്നെ അയ്യാവു സ്വാമി എന്നൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, അയ്യാവു സ്വാമി, സുപ്രണ്ടയ്യ, ശിവരാജയോഗി, ഹതയോഗോപദേഷ്ട എന്നുള്ള പേരുകളെല്ലാം ഉണ്ട്. കൂടാതെ ഈ ഹൈകാസ്റ്റിൽപ്പെട്ട ആളുകൾ ഇദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് വിളിച്ച പേരാണ് ഇത് പാണ്ഡിപ്പറയൻ. ഓക്കെ, ഇത് ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പാണ്ഡിപ്പറയൻ ആരെയാണ്, ഏത് നവോത്ഥാന നായകനെയാണ് ഹൈകാസ്റ്റ് പീപ്പിൾ പാണ്ഡിപ്പറയൻ എന്ന് വിളിച്ച് കളിയാക്കിയിട്ടുള്ളത്? ആരെയാണ്? തൈക്കാട് അയ്യനെയാണ് ഇവർ അങ്ങനെ വിളിച്ച് കളിയാക്കിയിട്ടുള്ളത്. അടുത്ത് തൈക്കാട് അയ്യയുടെ ശിഷ്യനായിരുന്ന ഒരു ട്രാവൻകൂർ റൂളറാണ് ആര്? സ്വാതി തിരുനാൾ. ഓക്കെ, അടുത്ത് ഇദ്ദേഹം ചെന്നൈയിലെ അഷ്ടപാദന സഭ എന്ന് പറഞ്ഞ ഓർഗനൈസേഷനിൽ ഇദ്ദേഹം മെമ്പർ ആയിരുന്നു. എന്താണ് അത്? ബ്രഹ്മസമാജ് പോലെ തന്നെ എന്ത് ചെയ്യും, അവിടെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കഷന് വേണ്ടിയിട്ടുള്ള ഒരു ഫോറം ആണ്. ഇദ്ദേഹം അതിൽ മെമ്പർ ആയിരുന്നു. ഏതാണ് അതിന്റെ ഓർഗനൈസേഷൻ? അഷ്ടപാദന സഭ. ഇദ്ദേഹം ഉണ്ടാക്കിയ ഓർഗനൈസേഷൻ ആണ് ശൈവ പ്രകാശ സഭ. ഓക്കെ, രണ്ടും മാറിപ്പോയത്. ഇദ്ദേഹം മെമ്പർ ആയിരുന്ന സ്ഥലമാണ് അഷ്ടപാദന സഭ. ഓക്കെ, അടുത്ത് ഇദ്ദേഹം ആയിരുന്നു തൈക്കാട് റെസിഡൻസിയുടെ മാനേജറായി വർക്ക് ചെയ്ത നവോത്ഥാന നായകനാണ് ആര്? തൈക്കാട് അയ്യ. ഓക്കെ, എന്താണ്? തൈക്കാട് റെസിഡൻസിയിലെ മാനേജറായിട്ട് വർക്ക് ചെയ്ത നവോത്ഥാന നായകനാണ് തൈക്കാട് അയ്യ. ഓക്കെ, ഇദ്ദേഹത്തിന്റെ വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കുകളാണ് ഇത്. എന്റെ കാശി യാത്ര ഏത് നവോത്ഥാന നായകനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? തൈക്കാട് അയ്യ. ബ്രഹ്മോത്തര കണ്ഠം ഏത് സോഷ്യൽ ഫോമറാണ്? അതും തൈക്കാട് അയ്യ. അതേപോലെ രാമായണ പാട്ട്, അല്ലാതെ മറ്റു ബുക്കുകളാണ് രാജയോഗ, കർമ്മയോഗ, ജ്ഞാനയോഗ, ഭക്തിയോഗ. ഇതെല്ലാം ആരായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്? തൈക്കാട് അയ്യയായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഏതൊക്കെയാണ് ബുക്ക്? എന്റെ കാശി യാത്ര, അതേപോലെ തന്നെ ബ്രഹ്മോത്തര കണ്ഠം, രാമായണ പാട്ട്, അതേപോലെ രാജയോഗ, കർമ്മയോഗ, ജ്ഞാനയോഗ, ഭക്തിയോഗ. ഇതെല്ലാം ആരായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്? തൈക്കാട് അയ്യയായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. വൈകുണ്ഠമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുക്കുകൾ ഏതൊക്കെയാണ്? അഖിലത്തിരട്ടെ അമ്മനായി, അതേപോലെ അരുൾ നൂൽ. ഓക്കെ, അത് മാറിപ്പോകരുത്. ഇദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്ത്യ ഉലകത്തിലെ ഒരു ജാതി താൻ, ഒരു മതം താൻ, ഒരു കടവുൾ താൻ. ഇതിനെയാണ് പിന്നീട് ശ്രീനാരായണ ഗുരു മലയാളത്തിലാക്കിയിട്ട് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഓക്കെ, ഇദ്ദേഹം പറയുന്നത്, ഇദ്ദേഹം ഈ കടം കൊണ്ടത് എവിടെ നിന്നാണ്? നമ്മുടെ തൈക്കാട് അയ്യയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഏതാണ്? ഇന്ത്യ ഉലകത്തിലെ ഒരു ജാതി താൻ, ഒരു മതം താൻ, ഒരു കടവുൾ താൻ.